ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയൊക്കെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരു ചിക്കൻ ടിക്ക മസാലയാണ് റെഡിയാക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 850 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിനുള്ളത്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് 4 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ആദ്യം ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്നിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയിൽ ജസ്റ്റ് ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 to 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ളതും ബാക്കി കാശ്മീരി ആക്കിയാലും മതി. എന്നിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക, സാധാരണ കുക്കിംഗ് ഓയിൽ തന്നെ. അതോടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ മതി, ഈ സമയത്ത് കൂടുതൽ വേണ്ട. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തത് ഇനി പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഇപ്പോൾ മസാല ആക്കി വെച്ചിട്ടുള്ള അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാനല്ല, ഇത്ര കുറഞ്ഞൊരു ഓയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇതിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലില്ലാത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് കഴിക്കാൻ കൂടുതലായിട്ടും, അങ്ങനെയാണ് നമ്മൾ ടിക്ക മസാല ചെയ്യൽ. അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് ഇറങ്ങി വന്നോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി ഒരു 10 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കല്ല, ഒന്ന് നല്ലോണം വെന്ത് കിട്ടും വേണം. എന്നാൽ ആ ഒരു ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും വേണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കി എടുത്താൽ മതി. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു രീതിയിലേക്ക് ആയി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാനിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി വരുന്ന സമയത്ത് മീഡിയം വലുപ്പത്തിലൊരു 2 സവാള ഒന്ന് കൊത്തി എരിഞ്ഞെടുത്തതാണ് കേട്ടോ, നീളത്തിലല്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ സവാള വഴറ്റിയെടുക്കുന്നത് നമ്മൾ സാധാരണ കറിക്ക് വഴറ്റുന്ന പോലെയല്ല, കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ കേട്ടോ. ഒരു ഇത്തിരി ഫ്രൈ ആവുന്ന രീതിയിലാവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. 2 കൂടെ അത്ര മതി. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് കുറച്ച് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്തിന് ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകണം. അല്ലാതെ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് അടുത്ത കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് ടോട്ടൽ മാറും, ഒരു പച്ച രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3-4 മിനിറ്റ് തക്കാളി ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വഴറ്റി ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ഈ രീതിയിലായി വരണേ. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയാണ് മസാലപ്പൊടികൾ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കുക. ടേസ്റ്റ് നോക്കുമ്പോൾ ഇത്തിരി കൂടെ എരിവ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് ഇതിലേക്കൊരു 1.5 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ട, കുറച്ചും തിക്കായിരുന്നോട്ടെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മിനിറ്റ് ചെറിയ തീയിൽ നല്ലോണം തിളച്ചോട്ടെ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഗ്രേവിക്ക്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ആദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചിത്രം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ആ ഒരു ഗ്രേവിയും ചിക്കനും കൂടെ ഒന്ന് സെറ്റായിട്ട് വരണം. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇനി അടച്ച് വെക്കുമ്പോൾ തീ കൂട്ടി വെക്കണ്ട, കാരണം ഗ്രേവി പെട്ടെന്ന് അങ്ങ് വറ്റി പോകും. നമുക്ക് അത്യാവശ്യം ചെറിയൊരു സെമി ഗ്രേവി വേണമല്ലോ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിയില, ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറിക്ക് ഒരു ഇത്തിരി നെയ്യും ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇല്ല വെറുതെ ഓയിലിൽ മാത്രമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ചിക്കനിലെ പീസൊക്കെ ശരിക്കും നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 1-2 സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഞാൻ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കാഷ്യൂ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചൊഴിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് കേട്ടോ നമുക്ക് ശരിക്കും ഒരു ടിക്ക മസാല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും ഒന്നായാലും മതി. പിന്നെ ഫ്രഷ് ക്രീം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് കറക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ക്രീം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഉലുവേല ഉണക്കി പൊടിക്കുന്ന അതാണ് കേട്ടോ ഈ ഒരു കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുമ്പോൾ ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. ലാസ്റ്റ് ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ പച്ചമുളക് ഇപ്പോൾ ചേർത്ത എരിവ് കൂടുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു ടിക്ക മസാല ഗ്രേവി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നാനിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ കേട്ടോ, ബിരിയാണി റൈസൊക്കെ പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ടിക്ക മസാല വെച്ചിട്ടുള്ളൊരു ബിരിയാണി കുറേ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്